സർക്കാരിൻ്റെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പാക്കുന്ന പദ്ധതി പ്രഖ്യാപനം വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. പലരും പ്രഖ്യാപനത്തിന് ശേഷം അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലൊക്കെ പോയി രജിസ്ട്രേഷൻ നടത്തി. പക്ഷേ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം എത്രയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ആശുപത്രികളിലാണ് ഈ ഇൻഷുറൻസ് പദ്ധതി ലഭിക്കുക തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളിൽ ഉള്ളവർ പോലും കോമൺ സർവീസ് സെൻ്ററുകളിൽ ഉള്ളവർക്ക് പോലും കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ, ഈ ഇൻഷുറൻസിനെ പറ്റിയുള്ള ഒരു ആശങ്ക നിലവിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പദ്ധതി നടത്തിപ്പിനായുള്ള കേന്ദ്രവിഹിതം എത്രയെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലാതിരുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എത്രയാണ് തുടങ്ങിയതിലുള്ള ഒരു ആശയക്കുഴപ്പം ഇത് വൈകാനിടയാക്കി, അല്ലെങ്കിൽ ഇത് നടപ്പിലാകുമോ എന്നുവരെയുള്ള സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ PMJAY രീതിയിൽ 1552 രൂപ പ്രീമിയം കണക്കാക്കി അതിൻ്റെ 60% കേന്ദ്ര വീതം എന്ന് ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിവരം വന്നിരിക്കുന്നു. നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികളിൽ ആയുഷ്മാൻ ഭാരതിൻ്റെയും ഭാഗമാകും. അത് സംസ്ഥാന ഏതൊക്കെ ആശുപത്രികളാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ എന്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് ഉൾപ്പെടെയൊക്കെ എന്തായാലും കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലാണ് ഈ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാവർക്കും ലഭിക്കുന്ന. അതായത് വരുമാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വരുമാന പരിധിയൊന്നും നോക്കാതെ ഇൻകം ടാക്സ് ഏത് തരത്തിലുള്ള കാർഡുകളാണെങ്കിലും, മുൻഗണനാ കാർഡുകളോ പിങ്ക് കാർഡുകളോ മഞ്ഞ കാർഡുകളോ ഏത് കാർഡുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള വെള്ള കാർഡുകളോ ഒക്കെ തന്നെ എല്ലാവർക്കും വരുമാന പരിധി നോക്കാതെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി കാരണം കേരളം പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും മറ്റുമുള്ള പ്രചാരണം തെറ്റാണെന്നും, തമിഴ്നാട് പോലുള്ള സംസ്ഥാന തല ഇൻഷുറൻസ് പദ്ധതികളിലുള്ള പല സംസ്ഥാനങ്ങളും ആയുഷ്മാൻ ഭാരതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ കേരളത്തേക്കാൾ പിന്നിലാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേരള സംസ്ഥാന സർക്കാർ ഇതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗിക ഒഫീഷ്യലായിട്ടുള്ള അതിൻ്റെ ഒരു റിപ്ലൈ ഇതുവരെ വന്നിരിക്കുന്നു. ഏതായാലും 2024 നവംബറിൽ ഇത് പ്രാബല്യത്തിൽ വരും എന്നതിൽ ഒരു തർക്കമില്ല എന്ന രീതിയിലുള്ള ഔദ്യോഗിക വിശദീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പല ഇതിൻ്റെ കോൾ സെൻറ്ററുമായൊക്കെ ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഉണ്ടായതിനെ തുടർന്ന് ആളുകൾ വരിയായി വന്നതിനെ തുടർന്ന് ഇത് നടപ്പിലാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരവധി കോൾ സെൻറ്ററിലേക്കൊക്കെ വിളിച്ചു ചോദിക്കുക പതിവായിരുന്നു. ഈ കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത വന്നിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഈ വിവരം ഷെയർ ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതു അറിയിപ്പുകൾ, ഇതുപോലുള്ള പൊതു ഗുണകരമായ അറിയിപ്പുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.